അതുകൂടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പോത്തുണ്ടി ഡാമിലേക്കാട്ടാ. നമ്മുടെ നെല്ലിയാമ്പതി പോണ വഴിയിലാണ് പോത്തുണ്ടി ഡാം. ഇവിടെ നിന്നൊരു 23 കിലോമീറ്റർ ഉണ്ട് നെല്ലിയാമ്പതിക്ക് കേട്ടാ. അപ്പം നമ്മൾ പോത്തുണ്ടി ഡാമിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പോകണം. എല്ലാവർക്കും പോവാം. ബസ്സിൻ്റെ കവാടം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പോത്തുണ്ടി ഡാം അതിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഗാർഡൻ തന്നെയാണ് കേട്ടോ. ഗാർഡൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡാമിലേക്ക് കാണാൻ പോവാം. ഫുള്ള് ഗാർഡനാണ്. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് ഈ സാധനത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് നല്ല ഫോട്ടോ എടുക്കാം കേട്ടോ. അത് 2 സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട് കേട്ടോ. ശ്രമിക്കേണ്ടവർക്ക് ശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. നടക്കുമ്പോൾ തന്നെ പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നപ്പോഴൊക്കെ ഈ ബുഷൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ വെട്ടി ഒതുക്കി താത്തി വെച്ചിട്ടുണ്ട്. കൂട് നമ്മുടെ നാട്ടിലിങ്ങനെ ഇപ്പോൾ ആന വന്ന് ഫുള്ള് തിന്നിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഫുള്ള് ആനകളുടെ മെയിൻ ഫുഡാണ്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സാധനം. വാട്ടറിൻ്റെ ഒരു സംഭവമുണ്ട്, ചെറിയൊരു ചാട്ടമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ. ഒരാളിവിടെ ചൂണ്ടയുണ്ട് ഇരുന്നിട്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തോന്നുന്നുണ്ട്. ഇപ്പോഴൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആയി. അതൊക്കെ ഒരുപാട് കാലം പഴക്കൊണ്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഓരോന്നിൽ കയറി തുടങ്ങി. അവന് പറ്റിയ സാധനങ്ങളൊക്കെ ഇനി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവൻ്റെ കളികൾ ആരംഭിച്ചു തുടങ്ങി. നമ്മുടെ ക്യാമറാമാനാണ് ഇന്നിപ്പോൾ, നമ്മളാണ് ക്യാമറാമാൻ. നമ്മളിപ്പോൾ ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കണം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് ഡാം. ഇവിടെ അത്രയും മറ്റേ നമ്മുടെ മറ്റുള്ള ഡാമുകൾ പോലെ ഇങ്ങനെ എന്താ പറയുക അടച്ചിട്ടുള്ള ഡാമല്ല. ഇത് വേറെ ഒരു പ്രത്യേക വെറൈറ്റി ഡാമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ ചെരിച്ച് കെട്ടിച്ച് ഉള്ള ഡാമാണ്. ഇതുപോലെ ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. മറ്റുള്ളിടത്തൊക്കെ കെട്ടിപ്പൊക്കി വലിയൊരു തട വെച്ചിട്ടുള്ള ഡാമാണ്. ഇവിടെ അതല്ല. മാനുസ് അവന് ഇഷ്ടമുള്ള സാധനങ്ങളിലൊക്കെ കയറി ആർമാദിക്കുന്നുണ്ട്. ഇടയിൽ കൂടെ ഉള്ളിലേക്ക് പോകണ്ടാട്ടോ. താഴത്തേക്ക് വീഴരുത് കേട്ടോ. നോക്കിയിടണോ? പുഷപ്പ് എടുക്കൽ എളുപ്പമല്ല കേട്ടോ. നമ്മൾ ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. മാനുസ് പെട്ടുപോയി തോന്നുന്നുണ്ട്. ഇറങ്ങാൻ കിട്ടാണ്ടിരിക്കുകയാണടാ. നമ്മളിനി പോണത് സ്കൈ സൈക്ലിംഗ് ഉണ്ട് കേട്ടോ അവിടേക്ക്. പിന്നെ പാർക്ക്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അറ്റത്ത് കാണണം കേട്ടോ സ്കൈ സൈക്ലിങ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ ഡാമിൻ്റെ ഇങ്ങേ സൈഡാണ് കേട്ടോ. ആൾക്കാർക്ക് അത്യാവശ്യം എക്സസൈസ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ കയറാം. സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട് കേട്ടോ. അതുപോലെ എനിക്ക് അടുത്ത സാധനം കിട്ടിയിട്ടുണ്ട്. അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. യുറേക്ക ആനിന് അടുത്ത സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ കൂടെ വീഴണ്ട കേട്ടോ. വീഴാണ്ട് പോ, പിടിച്ച് പോകാം. പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സംഭവമുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുഞ്ഞുമക്കളെയും കൊണ്ട് വന്നാൽ അവർക്ക് സമയം പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാണുന്ന അവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് സ്കൈ സൈക്ലിങ്. അപ്പോൾ നിലവിൽ സൈക്കിളുകാരൊന്നും അതിൽ പോകണമെന്ന് കാണാനില്ല. കാണുമ്പോൾ ഞാൻ വീഡിയോ പിടിച്ച് ഇതിലിടാം കേട്ടോ. നെല്ലിയാമ്പതി ആ മലനിരകളുടെ താഴെ കേട്ടോ. മുകളിൽ കാണുന്ന മുഴുവൻ നെല്ലിയാമ്പതി കുന്നാണ്. ഈ സൈഡൊക്കെ ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങേ സൈഡ് ഫുള്ള് വെള്ളമാണ്. കുട്ടികൾക്ക് കളിക്കുന്ന ബോട്ടിങ് ഉണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിങ് ഉണ്ട്. സൈക്ലിങ്ങിൻ്റെ ഭാഗത്തെത്തി. ഇതിൻ്റെ അതിൽ പോകണമെങ്കിൽ കൗണ്ടർ സൈക്കിൾ കാണുന്നിടത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ പോസ്റ്റിൻ്റെ അവിടേക്ക് കേട്ടോ. ഈ സൈക്ലിംഗ് കൊണ്ട് മറ്റേ ഹാങ്ങിങ് ആയിട്ട് പോകണമെന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് നേരം നിന്നു കേട്ടോ. ആരും സൈക്ലിങ്ങൊന്നും പോകണില്ല. ഇനി പോകാൻ നേരത്തെ എങ്ങാനും കാണുമോ നോക്കട്ടെ. അപ്പം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇനി നേരെ ഡാമിൻ്റെ മുകളിലേക്ക് പോകട്ടോ. ബാക്കി ഇവിടെയൊക്കെ ഏറെക്കുറെ എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഡാമിലേക്ക് പോയി നോക്കാം. നമ്മൾ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കാലിന് നല്ല പവർ കിട്ടുന്ന സംഭവം കേട്ടോ അത്. ഇതിൻ്റെ മുകളിലെത്തണമെങ്കിൽ ഈ ബാക്കിൽ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് കയറി അങ്ങോട്ട് എത്തണം കേട്ടോ. ഒരു 100 സ്റ്റെപ്പ് ഉണ്ട്. ടാസ്ക്കാണ്. സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോഴേക്കും ഏകദേശം വയ്യാണ്ടാവും. അങ്ങനെ നമ്മൾ പകുതി വഴി എത്തിയിട്ടാണ്. കുറച്ചും കൂടി കയറാനുള്ളൂ. ഏകദേശം അസുഖങ്ങളായി. ഇതന്നെ ഡാമിൻ്റെ ഈ സൈഡ്, മറ്റേ സൈഡ് ഇതാ വെള്ളമെത്തിയിട്ടാ. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ. അവസാനം നമ്മൾ ഡാമിലെത്തി.
വെള്ളം കുറവാണ് കേട്ടോ. ആ വെള്ളം മാർക്ക് ചെയ്യണ ഒരളവൊക്കെയാണ് ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ വെള്ളം താഴെ, ഒരുപാട് താഴെ മൊത്തമുള്ള വ്യൂ. നെല്ലിയാമ്പതി കുന്നിൻ്റെയൊക്കെ താഴത്തുള്ള ഡാമാണ് കേട്ടോ, പോത്തുണ്ടി ഡാം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. വലിയ മലകളാട്ടോ ബാക്കിൽ. നല്ല കാറ്റും ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ പോത്തുണ്ടി ഡാം ഫുള്ള് കണ്ടു. എല്ലാ കാഴ്ചയും കണ്ട് തിരിച്ച് പോകട്ടോ. ഇന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ടാണ്, ഫുള്ള് ആൾക്കാരായിട്ടാ. ഇപ്പോൾ ലൈനിൽ കയറാൻ പോകട്ടാ. ഞാൻ പോണ വഴിക്ക് വീഡിയോ പറ്റുമോ നോക്കട്ടെ, പിടിക്കാൻ പറ്റിയ പിടിക്കാം. അങ്ങനെ കയറാൻ പോകട്ടെ. ആ മാനസ് ദേ പോന്നു കേട്ടോ. നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനിന് തന്നെ 2 പ്രാവശ്യം കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി ഇറങ്ങിയിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ തന്നെ വീണ്ടും കയറ്റി വിടാൻ പോകാം കേട്ടോ. നമ്മുടെ മാനൂസാണ് കേട്ടോ വരുന്നത്. ദേ വരുന്നു മാനൂസ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്.